ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോണ്ടയുടെ പ്ലഷർ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അതേപോലെ തന്നെ വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് പെട്രോളാണോ അതേ ഓയിലാണോ എന്തോ ലീക്കായിട്ട് ഒരു പ്രാവശ്യം താഴെ വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പെട്രോളിൻ്റെ ലീക്ക് നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് അത്ര ലീക്കേജ് കാണിക്കില്ല. നിലവിൽ സാധ്യത കൂടുതൽ പെട്രോൾ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഒരു പ്രാവശ്യമാണ് കാണിച്ചോളൂ എന്നാണ് നമ്മളിത് പറഞ്ഞത്. പെട്രോളിൻ്റെ ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് പെട്രോൾ നമ്മൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർബറേറ്റർ ദ്രവിച്ചു പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഒട്ടുമിക്ക വണ്ടികൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണമാവാം ഈ കാണിച്ചത് കേട്ടോ. പ്രത്യക്ഷത്തിൽ ഇപ്പം നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നിലവിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. പക്ഷേ ഈ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിലൊക്കെ ലീക്കേജ് ഉണ്ട്, ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ലീക്കും ആ പറഞ്ഞ കാരണമായിട്ട് യാതൊരു ബന്ധമില്ല. ഇവിടെ ചെറിയൊരു നനവുണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്തെടുത്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ താഴേക്ക് ചാടി, പെട്രോളാണോ ഓയിലാണോ എന്ന് അറിയില്ല, താഴേക്ക് ചാടി എന്ന് പറഞ്ഞാൽ സാധ്യത 99% പെട്രോൾ ആവാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാർബറേറ്ററിന് വന്നതായിരിക്കാം കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം. അപ്പോൾ നിലവിൽ അതായിരിക്കും പ്രോബ്ലം. ഞാനിപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വണ്ടി സ്റ്റാർട്ടാവാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വരുന്ന സെൽഫിൻ്റെ റിലേ യൂണിറ്റ് ഷോർട്ടായതാണ്. ഈ കാണുന്ന റിലേ യൂണിറ്റ് ഷോർട്ടായതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം. ഞാനിപ്പോൾ അതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ യൂണിറ്റാണ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടായിരുന്നു. പക്ഷേ അത് ഷോർട്ടായപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജറിൽ പോയി. അതായത് 2023 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. ഞാനിപ്പോൾ അതൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. 2023 ആണ്ട് വെച്ചാണ് ബാറ്ററിയാണത് കേട്ടോ. അപ്പോൾ ചാർജ് കയറണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പെർഫോമൻസ് കറക്റ്റ് ബാക്കപ്പ് കിട്ടുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ കിക്കറൊക്കെ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിലവിൽ ആ രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം അതിൻ്റെ കീസെറ്റൊക്കെ മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ കസ്റ്റമർ പറയേണ്ടായിരുന്നു. കീസെറ്റൊക്കെ ഇരിക്കുന്നത് പുതിയതാണ് കേട്ടോ. പക്ഷേ അതൊന്നല്ല ഇതിൻ്റെ കാരണം. ഇതിപ്പോൾ ഇലക്ട്രിക്കലായിട്ട് വന്ന കംപ്ലയിൻ്റാണ്. സെൽഫ് റിലേ യൂണിറ്റ് ഷോർട്ട് ആയതാണ് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ രീതിയിൽ റിലേ യൂണിറ്റ് മാറ്റി ക്ലോസ് ചെയ്യുന്നുണ്ട്, ബാറ്ററി ചാർജ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. കാർബറേറ്റർ നമ്മളിപ്പോൾ ഒന്നും അഴിച്ചിട്ടില്ല. കാർബറേറ്റർ പ്രത്യക്ഷത്തിൽ കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ അഴിക്കാതിരിക്കണം നല്ലത്. കാരണം അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കണമെന്നുള്ള അഴിച്ച് മാറ്റി കളയണമായിരിക്കും നല്ലത്. ഒരു 10 വണ്ടി വന്ന് 8 വണ്ടി കാർബറേറ്റർ കംപ്ലയിൻ്റ് ആണ്. അതാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ അസംബ്ലി അഴിച്ചിട്ടില്ല. അഴിച്ച് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പെട്രോൾ താഴേക്ക് ഇങ്ങനെ ചാടി പോണ കംപ്ലയിൻറ്റ് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കും. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം തീരെ കംപ്ലയിൻ്റ് ആണ്, വലിയ ഓവർഫ്ലോ ഒക്കെ ആണെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. കിട്ടി പോയി, അതല്ലെങ്കിൽ പുതിയ കാർബറേറ്റർ വയ്ക്കുക. അത്രയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അതിപ്പോഴത്തെ പെട്രോൾ വലിയ തലവേദനയാണ്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തെടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ ഉണ്ടാക്കുന്ന കുറേ പ്രോബ്ലംസ് കൃത്യമായിട്ട് അതിനകത്ത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. എൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.